ഹലോ ഗൈസ്, കോഡ് ബാനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെതർ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പോവാണ് ജാങ്കോയിൽ. അപ്പോൾ നമ്മൾ സ്ക്രാച്ചിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പ്രോജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് മുതൽ നമ്മളൊരു കംപ്ലീറ്റ് പ്രോജക്റ്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ കണ്ടന്റിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതിലിപ്പം നമ്മൾ സിറ്റിയിൽ പോയിട്ട് ഞാനിപ്പോൾ ന്യൂയോർക്കിലെ വെതറാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ സബ്മിറ്റ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം എനിക്കിവിടെ ആ ഒരു റിസൾട്ട് കിട്ടി. അത് ആദ്യം ഈ കാണിക്കുന്നത് റീജിയനാണ് ന്യൂയോർക്ക് USA എന്നുള്ള അത്. പിന്നെ നമ്മൾ അവിടുത്തെ ടൈമും കാര്യങ്ങളും ട്യൂസ്ഡേ 5 AM. ദെൻ അവിടുത്തെ ടെമ്പറേച്ചർ 16 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഇതൊരു സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ തണ്ടർ സ്റ്റോം ഉണ്ടോ അതോ റൈനിങ് ആണോ എന്നുള്ള കാര്യം. അപ്പം ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായി തോന്നും, പക്ഷേ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡാറ്റ നമ്മൾ എടുക്കുന്നതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് അതിനെ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഇവിടെ കാണിച്ചു എന്ന് മാത്രം. നമ്മളിപ്പം ദുബായ് എന്ന് കൊടുത്താൽ ആക്ച്വലി ആ ഒരു ഡാറ്റ നമുക്ക് കിട്ടും. അപ്പം ഇതാണ് നമ്മളെ ആപ്ലിക്കേഷൻ. അപ്പം നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ പ്രോജക്റ്റ് ഒരു ഡയറക്ടറി ഉണ്ടാക്കാൻ പോവാണ്. ഒരു ഫോൾഡർ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഉണ്ടാക്കാൻ പോവാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഫോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ പേര് വെതർ ആപ്പ് പ്രോജക്റ്റ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഈ ഒരു എൻ്റെ CMD എടുക്കാൻ പോകണം. ടെർമിനൽ എടുത്തിട്ട് ഞാൻ ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡെസ്ക്ടോപ്പിൽ കയറി. ദെൻ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഞാൻ ആ ഒരു വെതർ ആപ്പ് പ്രോജക്റ്റിലേക്ക് കയറി. ഓക്കെ, ദെൻ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു വിർച്വൽ എൻവറോൺമെൻറ്റ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, വിർച്വൽ എൻവ്, ഞാൻ അതിൻ്റെ പേര് വെൻവ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ഒരു വിർച്വൽ എൻവറോൺമെൻറ്റ് ക്രിയേറ്റ് ആയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ പുതിയൊരു ജാങ്കോ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ജാങ്കോ അഡ്മിൻ, അതിന് മുമ്പ് നമ്മൾ വിർച്വൽ എൻവറോൺമെൻറ്റ് ഇതിന് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. വിർച്വൽ എൻവറോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇപ്പം ഞാൻ ഡിർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വെൻവ് എന്നുള്ള ഫോൾഡർ വന്നിട്ടുണ്ട്. അപ്പം ഞാനത് ആക്ടിവേറ്റ് ചെയ്യാൻ കോൾ വെൻവ്/scripts/activate. ഓക്കെ, അപ്പം ഇതിപ്പം വിൻഡോസിലാവുമ്പോൾ ഇങ്ങനെയാണ്. മാക്ക് ലിനക്സ് ഒക്കെ ആകുമ്പം നമ്മൾ കോളിന് പകരം സോഴ്സ് എന്നാണ് അടിക്കുക, സോഴ്സ്. ദെൻ വെൻവ് അതേപോലെ തന്നെയാണ്. സ്ക്രിപ്റ്റ്സിന് പകരം ബിൻ ആയിരിക്കും, BIN ബിൻ. ദെൻ ആക്ടിവേറ്റ് അതുപോലെ തന്നെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയ ജാങ്കോ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ജാങ്കോ അഡ്മിൻ സ്റ്റാർട്ട് പ്രോജക്റ്റ്. നമ്മളെ പ്രോജക്റ്റിൻ്റെ പേര് ഞാനിപ്പം ഒരു വെതർ അത്ര ഇട്ടു, അല്ലെങ്കിൽ ഒരു വെതർ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, വെതർ ആപ്ലിക്കേഷൻ. അപ്പം നമ്മൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡിർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ഒരു ഫോൾഡറും ഇവിടെ ഉണ്ട്. ഇനി ഞാൻ ആ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പം ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ പൈച്ചാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൈച്ചാമിൽ ഞാൻ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പം ഈ ഒരു കമാൻഡ് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്തോണമെന്നില്ല, നിങ്ങൾ പാത്ത് സെറ്റ് ചെയ്തിട്ടില്ല, ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെതർ ആപ്ലിക്കേഷൻ എന്നുള്ള ഈ ഒരു ഫോൾഡർ നിങ്ങൾ ഏതാണോ എഡിറ്റർ ഉപയോഗിക്കുന്നത്, പൈച്ചാമനെ ഉപയോഗിക്കണമെന്നില്ല, നിങ്ങൾ VS കോഡോ ആറ്റമോ ഏതും ഉപയോഗിക്കാം. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാനിവിടെ ഇതുപോലെ അടിച്ചാൽ എൻ്റെ പൈച്ചാമിൽ ആ ഒരു ഫോൾഡർ ഓപ്പണായി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഒരു പൈച്ചാം ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി പൈച്ചാമിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രോജക്റ്റ് ഇൻ്റർപ്രറ്റർ സെറ്റ് ചെയ്യണം. ഇത് മറ്റുള്ള എഡിറ്റർ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ ഒരു പ്രോസസ്സ് ചിലപ്പോൾ വേണ്ടി വരില്ല. അപ്പോൾ ഇതിൽ പൈച്ചാമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. അപ്പം നമ്മൾ ഫയലിൽ പോയിട്ട് സെറ്റിങ്സ് എടുത്തിട്ട് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പ്രോജക്റ്റ് എന്നുള്ള സെക്ഷനിൽ പ്രോജക്റ്റ് ഇൻ്റർപ്രറ്റർ ഉണ്ട്. അത് എടുത്തിട്ട് ഇവിടെ ഈ സെറ്റിങ്സിൻ്റെ ഈ ഐക്കണിൽ പോയിട്ട് ആഡ് അടിക്കുക. എന്നിട്ട് നമ്മളിവിടെ എക്സിസ്റ്റിംഗ് എൻവറോൺമെൻറ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ആ ഒരു പാത്ത് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഒരു ടെർമിനലിലേക്ക് CMDയിലേക്ക് വന്നിട്ട് ഈ ഒരു പാത്ത് ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു പാത്ത് ഇപ്പോൾ ഇവിടെ ആ പാത്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇനി ഇവിടെ നമ്മൾ വെൻവ് എന്നുള്ള ഫോൾഡറിൽ സ്ക്രിപ്റ്റ്സ് എന്നുള്ള ഫോൾഡറിൽ python.exe എന്നുള്ള ഫയൽ. അപ്പം നിങ്ങൾ മാക്ക് ആണെങ്കിൽ അത് ബിന്നായിരിക്കും, സ്ക്രിപ്റ്റ് എന്നുള്ളതിന് പകരം ബിൻ. ഇനി ജസ്റ്റ് ഒക്കെ ഓക്കെ അടിക്കുക, അപ്ലൈ ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പം നമ്മൾ ആ ഒരു ഇൻ്റർപ്രറ്റർ ഇവിടെ സെലക്ട് ആയി. ഓക്കെ, ഇനി അപ്പം ഈ ഒരു പ്രോസസ്സ് മറ്റുള്ള എഡിറ്റർ യൂസ് ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പൈച്ചാം യൂസേഴ്സ് മാത്രം ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി
പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വിർച്വൽ എൻവിറോൺമെൻറ്റിൽ ഇപ്പം ജാങ്കോ ഉണ്ടാവില്ല. അപ്പം പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ എന്ന് ടൈപ്പ് ചെയ്തു. ജാങ്കോ അതിൽ ഇൻസ്റ്റാൾ ആവും. ഓക്കെ ഗൈസ്, അപ്പം അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ പൈത്തൺ manage.py സ്റ്റാർട്ട് ആപ്പ്, ദെൻ ആപ്ലിക്കേഷൻ്റെ പേര് കോർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നെയിം എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടത്തിന് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് കോർ എന്നുള്ളൊരു പേര് കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റർ അടിച്ചാൽ പുതിയൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ. ഓക്കെ, അപ്പം ആ ഒരു കോർ എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ഇൻസ്റ്റാൾഡ് ആപ്പ് സെക്ഷനിൽ എന്ത് ചെയ്യണം, ആ ഒരു കോർ എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളെ ബേസിക് URLs ഒക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മളെ വെദർ ആപ്ലിക്കേഷനിൽ urls.py നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോണ്, ഇവിടെ നിന്നുള്ള URLs ഒക്കെ നമ്മളെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യണം. അപ്പം പാത്ത് empty നമ്മളെ ഡിഫോൾട്ട് ഹോം പേജ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് നമ്മളെ core.urls. ഓക്കെ, അപ്പോൾ ഈ ഇൻക്ലൂഡ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷൻ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തു, django.urls.include. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇൻക്ലൂഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ കോർ എന്നുള്ള ആപ്പിൽ URLസിലേക്ക് അത് റീഡയറക്റ്റ് ആക്കി. അപ്പോൾ കോറിലിപ്പം urls.py ഫയലില്ല. അപ്പോൾ ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ച് ന്യൂ അടിച്ച് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു, urls.py. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഇവിടെ ഉള്ള സെയിം സാധനം തന്നെ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഈ ഒരു ഇൻക്ലൂഡ് ഒഴിവാക്കി, അഡ്മിൻ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതൊക്കെ ഒഴിവാക്കി, ഇൻക്ലൂഡ് ഒഴിവാക്കി. അപ്പോൾ നമ്മൾ ഹോം പേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വ്യൂസിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഹോം എന്നുള്ള ഫംഗ്ഷൻ ഞാൻ പേരിട്ടു, ദെൻ ഒരു ഓപ്ഷണൽ നെയിമും ഞാൻ ഹോം എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിവിടെ വ്യൂസ് ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം .import വ്യൂസ്. ഓക്കെ, കറണ്ട് ഡയറക്ടറിയിൽ വ്യൂസ് ഇമ്പോർട്ട് ചെയ്തു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വ്യൂസ് എന്നുള്ളതിൽ ഒരു ഹോം എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പം ഡെഫ് ഹോം നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ റിക്വസ്റ്റ് എന്നുള്ള ആർഗ്യുമെൻറ്റ് വരും. ഇനി ഇവിടെയാണ് നമ്മളെ ലോജിക്കൊക്കെ എഴുതുന്നത്. അപ്പം ഞാനിത് നമ്മളിപ്പോൾ ചെയ്ത പ്രോസസ്സൊക്കെ വർക്കിംഗ് ആണോ നോക്കാൻ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു പ്രിൻറ്റ് ഹലോ വേൾഡ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അറിയാം. ഇനി ഞാനിവിടെ എൻ്റെ സെർവർ റൺ ചെയ്യാൻ പോകണം, പൈത്തൺ manage.py റൺ സെർവർ. ഇനി നമ്മൾ ഈ URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മളെ ഫൈൻഡ് ദി വെദർ ആണ് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡെമോ കാണിക്കാൻ വേണ്ടി ഇവിടെ എടുത്തതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു സെർവർ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഒന്നുകൂടി ഇവിടെ റിഫ്രഷ് ചെയ്താൽ നമുക്ക് കാണാം നമ്മൾ ആ ഒരു എറർ വരുന്നത്. കാരണം നമ്മളൊന്നും അവിടുന്ന് റെസ്പോൺസ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ എങ്കിൽ നമുക്കിവിടെ ഹലോ വേൾഡ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വർക്കിംഗ് ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ ഒരു പേജ് ഒന്ന് ജസ്റ്റ്, ഇത് സിമ്പിൾ പേജാണ്, ജസ്റ്റ് ഇതൊന്ന് അതിൻ്റെ HTML CSS ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പം അതിന് വേണ്ടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യാൻ പോകണം, റിട്ടേൺ റെൻഡർ. നമ്മൾ ആ ഒരു HTML പേജ് ഉണ്ടാക്കിയിട്ട് അത് റെൻഡർ ചെയ്യാൻ പോകണം. അപ്പം ഞാൻ കോർ എന്നുള്ള ഫോൾഡറിനുള്ളിൽ home.html എന്നുള്ളൊരു ഫയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് റെൻഡർ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ആ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കണം. അപ്പോൾ കോർ എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ഫയൽസും ഫോൾഡേഴ്സും ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ, കോർ എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ home.html എന്നുള്ള ഫയലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അത്രയും ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോകണം. അതിന് ജസ്റ്റ് ഞാൻ ആ ഒരു ടെംപ്ലേറ്റിൻ്റെ ഒരു സ്ട്രക്ചർ വരാനായിട്ട് ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ട് ടാബ് അടിച്ചു. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ വന്നു. ഇനി എന്ത് ചെയ്താൽ മതി, നമ്മൾ ടൈറ്റിൽ മാറ്റി വെദർ ആപ്പിനാക്കി. ഇനി നമുക്കിവിടെ വേണ്ടത് ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്. അപ്പോൾ H1 ഞാൻ എന്ത് ചെയ്തു, ഫൈൻഡ് ദി വെദർ എന്ന് കൊടുത്തു. ദെൻ പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ഫോമാണ് വേണ്ടത്. ഓക്കെ, ഒരു ചെറിയൊരു ഫോം. ആ ഒരു ഫോമിൽ ഒരു ഇൻപുട്ട് ഫീൽഡ് ഉണ്ട്, ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. അപ്പം നമ്മൾ അതൊരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഫോമിന് ആക്ഷൻ വേണ്ട, കാരണം നമ്മൾ സെയിം പേജിലേക്ക് തന്നെയാണ് ആക്ഷൻ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സെയിം പേജിലേക്ക് തന്നെയാണ് ആ ഒരു നമ്മൾ കൊടുക്കുന്ന മെത്തേഡ് ഏതാണോ അതിലേക്ക് വരിക, ആ ഒരു റിക്വസ്റ്റ് വരിക. അപ്പോൾ നമ്മൾ ഗെറ്റ് എന്നുള്ള മെത്തേഡാണ് കൊടുക്കുന്നത്, ഗെറ്റ് മെത്തേഡാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ ഞാൻ പറഞ്ഞു സെയിം പേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സെയിം വ്യൂസിൽ തന്നെ ഗെറ്റ് അത് സബ്മിറ്റ് ബട്ടൺ അടിച്ചിട്ട് വന്നതാണോ അടിക്കാതെ വന്നതാണോ എന്ന് നമുക്കിവിടെ നോക്കാം. ഓക്കെ, അത് നമ്മൾ ആ ഒരു ലോജിക്ക് നമ്മൾ ചെയ്യും. മുമ്പ് നമ്മൾ ഫോം റെഡിയാക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഇൻപുട്ട് ഫീൽഡ് വേണം. ഇൻപുട്ട് കോളൻ ടെക്സ്റ്റ് എന്നിട്ടാൽ ഇൻപുട്ട് ടൈപ്പുകളുടെ ടെക്സ്റ്റ് കിട്ടി. ഇനി നമ്മൾ നെയിം സിറ്റി എന്ന് കൊടുത്തു, ID സിറ്റി എന്ന് കൊടുത്തു. ഓക്കെ, നമ്മളൊരു സിറ്റിയാണ് അടിക്കുന്നതെന്ന് അസ്യൂം ചെയ്യണം. then ഇതിനൊരു ലേബൽ കൊടുത്തു, ഞാൻ ലേബൽ ഫോർ സിറ്റി. ഓക്കെ, ഞാൻ പേരൊന്നും ഇവിടെ കൊടുത്തില്ല, പകരം നമ്മൾ ഇവിടെ പ്ലേസ് ഹോൾഡറാണ് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പ്ലേസ് ഹോൾഡർ ഈക്വൽ ടു ഞാൻ സിറ്റി ഇട്ട് 3 ഡോട്ട് ഇട്ടു. അപ്പോൾ ഇൻപുട്ട് ടൈപ്പുകളുടെ ടെക്സ്റ്റായി. ഇനി നമുക്കൊരു ബട്ടൺ, ഒരു സബ്മിറ്റ് ബട്ടൺ വേണം. അപ്പോൾ ഇൻപുട്ട് കോളൻ സബ്മിറ്റ്, ദെൻ ഞാൻ എൻ്റെ പേര് സബ്മിറ്റ് എന്ന് കൊടുത്തു.
ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ആ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അടിയിലുള്ള ഈ ഒരു ഭാഗം നമ്മൾ ആ ഡാറ്റ ഫെച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ കുറച്ച് സ്റ്റൈലിങ്ങും കാര്യങ്ങളും കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിനൊക്കെ കൂടി പിടിച്ചിട്ടൊരു ഡിവിഷനിലിട്ടു, മെയിൻ എന്നുള്ള ഐഡിയ ഉള്ളൊരു ഡിവിഷനിലിട്ടു. അപ്പം ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതൊക്കെ അതിൻ്റെ ഉള്ളിലിട്ടു. ഓക്കെ, ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൈലിങ്. അപ്പം ഞാനിവിടെ സ്റ്റൈൽ ടാഗാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈലൊന്നും ഉപയോഗിക്കുന്നില്ല, കാരണം അത്ര സ്റ്റൈലൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. ഫസ്റ്റ് ഞാൻ നമ്മളെ എൻ്റയർ സ്റ്റൈൽ ഷീറ്റിന് സ്റ്റാർ ഇട്ടു. എന്നിട്ട് നമ്മൾ മാർജിനൊന്നും വേണ്ട, മാർജിൻ വേണ്ട. അതുപോലെ നമ്മൾ ഫോൺ ഫാമിലി. ഓക്കെ, ഞാനൊരു ഇപ്പോൾ ഈ കാണുന്നൊരു സജഷൻ, ഫസ്റ്റ് കാണുന്ന സജഷൻ തന്നെ ഇട്ടു. നിങ്ങൾക്ക് ഏത് ഫോണ്ടും ഉപയോഗിക്കാം കേട്ടോ, നിങ്ങളിഷ്ടമാണ്. ദെൻ പിന്നെ നമ്മൾ ബോക്സ് സൈസിങ്, ബോർഡർ ബോക്സ് എന്ന് വെച്ചാൽ നമ്മൾ വിഡ്ത്തൊക്കെ കൊടുക്കുമ്പം ഒരു പാഡിങ് അതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യാനായിട്ടുള്ളതാണ് ആ ഒരു ലൈൻ. ഓക്കെ, നിങ്ങളതിനെ പറ്റിയൊന്നും കൂടുതൽ ബോധറാവേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം കുറച്ചുകൂടി ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ മെയിൻ എന്നുള്ള ആ ഒരു ഐഡിയ ഉള്ള ആ ഡിവിഷൻ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അതിൽ നമ്മൾ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തു. അപ്പോൾ എല്ലാം സെൻറ്ററിലേക്ക് വന്നു. ഇനി നമ്മൾ അതിന് കുറച്ച് മുകളിൽ നിന്ന് കുറച്ച് പാഡിങ് കൊടുത്തു. അപ്പോൾ ഒരു 50 പിക്സൽ കൊടുത്തു. അപ്പം നിങ്ങൾക്ക് കാണാം കുറച്ച് അടിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളൊരു 100 കൊടുത്തു. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു സിറ്റിയും സബ്മിറ്റ് ബട്ടണും നമ്മളിവിടെ ഒരു BR കൊടുത്തു. അപ്പോൾ 2 ലൈനിലായിട്ട് കിട്ടും. BR കൊടുത്തു. ദെൻ നമുക്ക് വേണ്ടത് ഈ സിറ്റി കുറച്ച് വലുതാക്കണം, ഇതിൽ കാണുന്ന പോലെ കുറച്ച് വലുതാക്കണം, ബോർഡറൊക്കെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ സിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഫീൽഡാണ്. നമ്മൾ ഇൻപുട്ട് ഫീൽഡ് എടുക്കാനായിട്ട് ഇൻപുട്ട് എന്നിടുക. ദെൻ അത് നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. വേറെ ഐഡിയും ക്ലാസ്സും നമുക്ക് ഒരു ID ഇവിടെ കൊടുത്തിട്ടുണ്ട് സിറ്റി. അപ്പോൾ നമുക്ക് നേരിട്ട് ID ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പം ഹാഷ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. ഇൻപുട്ട് ടൈപ്പ് ഈക്വൾ ടു നമ്മൾ എന്ത് ചെയ്തു, ടെക്സ്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ആ ഒരാളെ നമുക്ക് കിട്ടി, ഇൻപുട്ട് ടൈപ്പ് ഈക്വൾ ടു ടെക്സ്റ്റ് എന്നുള്ള ആളെ കിട്ടി. ഇനി അപ്പോൾ ഈ ഒരു എലമെൻറ്റ് കിട്ടി. ഇതിന് നമ്മൾ ഈ ഒരു എലമെൻറ്റാണ് ഈ ഒരു ഇൻപുട്ട് ടാഗ്. ഓക്കെ, ഇനി ഇതിന് കുറച്ച് കാര്യങ്ങൾ കൊടുക്കേണ്ടത്, കുറച്ച് പാഡിങ് കൊടുത്തു. നമ്മളൊരു 10 പിക്സൽ പാഡിങ് കൊടുത്തു. ദെൻ പിന്നെ നമ്മളൊരു ബോർഡർ കൊടുത്തു. ബോർഡർ ഒരു 2 പിക്സൽ സോളിഡ്. നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തു. പിന്നെ കുറച്ച് വെടുത്ത് കൊടുത്തു. ഒരു 30% വെടുത്ത് കൊടുത്തു. then നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഈ സബ്മിറ്റ് ബട്ടണും കൂടി ഒന്ന് സ്റ്റൈൽ ചെയ്യാനുണ്ട്. അപ്പം സബ്മിറ്റ് ബട്ടണൊക്കെ ഞാൻ ഈ രീതിയിൽ തന്നെ എടുക്കാൻ പോകുന്നത്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൾ ടു എന്ത് ചെയ്തു, സബ്മിറ്റ് കൊടുത്തു. എന്നിട്ട് നമ്മൾ സെയിം ഈ ഒരു സ്റ്റൈലിങ് കുറച്ച് കാര്യങ്ങളൂടെ അധികം കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഇത് തമ്മിൽ കുറച്ച് ഡിഫറൻസ് വേണം. അപ്പം ഞാൻ മാർജിൻ ടോപ്പ് കൊടുത്തൊരു 5 പിക്സൽ മാർജിൻ ടോപ്പ്. ദെൻ നമ്മൾ പേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം കുറച്ച് സ്പേസിങ് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഇനി ഇതിൻ്റെ കളറൊക്കെ മാറ്റണം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളറ് നമ്മൾ ബ്ലാക്ക് ആക്കി. ദെൻ നമ്മൾ ടെക്സ്റ്റിൻ്റെ കളറ് വൈറ്റും ആക്കി. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ഇത് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഈ ഒരു ഫൈൻഡ് വെദറിൻ്റെ അടിയിൽ കുറച്ച് സ്പേസിങ് വേണം. അപ്പോൾ ഫൈൻഡ് വെദർ എന്ന് പറയുന്ന H1 ആണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ടോപ്പിലായാലും മതിയല്ലോ. ഈ സിറ്റി എന്നുള്ള പറയുന്ന ഇതിൻ്റെ മാർജിൻ ടോപ്പ് കൊടുക്കാം. മാർജിൻ ടോപ്പ് ഒരു 15 പിക്സൽ ഇട്ടു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടി ഇടയിലേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ ഇതുപോലെ തന്നെ ആയിട്ടുണ്ട്, ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം അത്ര മതി നമ്മൾ സ്റ്റൈലിങ് കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ലോജിക്ക് എഴുതാൻ പോകണം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വ്യൂസിൽ നമ്മളിപ്പോൾ ഒരാൾ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ അപ്പം നമ്മൾ ഇവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിന് മുമ്പ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് കേഴ്സർ, ഇതിപ്പം ഒരു ക്ലിക്കബിൾ കേഴ്സർ അല്ല. അപ്പോൾ അത് മാറ്റാൻ നമ്മൾ ഇവിടെ ജസ്റ്റ് ഈ ബട്ടന് കേഴ്സർ പോയിൻ്റർ കൊടുത്തു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലുള്ള ആ ഹാൻഡിൻ്റെ ചിഹ്നമാണ് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്തിട്ടാണോ വരുന്നത് അതോ ജസ്റ്റ് ഇങ്ങനെ ഹോം പേജ് അടിച്ചിട്ടാണോ വരുന്നത് നമുക്കിവിടെ വ്യൂസിൽ കിട്ടണം. ഓക്കെ, വ്യൂസിൽ നമുക്കത് വേർതിരിക്കണം. അതായത് ഫോം സബ്മിറ്റ് ചെയ്തിട്ട് ഒരാൾ വരുന്നത് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആൾക്ക് ഏതൊരു സിറ്റിയുടെ വെതർ ആവശ്യമുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ആ വെതറൊക്കെ ഫെച്ച് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കണ്ടീഷൻ കൊടുക്കണം. ഇഫ് സിറ്റി ഇൻ റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ്. അപ്പോൾ നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഫോമിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഗെറ്റ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഒരാൾ ആ ഫോം സബ്മിറ്റ് ചെയ്താൽ ഒരു ഗെറ്റ് റിക്വസ്റ്റ് വരും. ഈ ഗെറ്റ് റിക്വസ്റ്റിൽ ഒരു ഡാറ്റ കിടക്കുന്നുണ്ട്. അതായത് ഈ ഇൻപുട്ട് ടൈപ്പിൽ സിറ്റി, അതായത് ഇവിടെ എന്താണോ ആൾ അടിച്ചത് അത് സിറ്റി എന്നുള്ള നെയിമിൽ ഒരു ഡാറ്റ ഉണ്ടാവും. അപ്പോൾ ന്യൂയോർക്ക് എന്ന് അടിച്ചാൽ സിറ്റി കോളൻ ന്യൂയോർക്ക് എന്നുള്ള ഒരു ഫോർമാറ്റിൽ ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റയൊക്കെ വരുന്നത് ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റിലായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റിൽ സിറ്റി എന്ന് പറയുന്ന ഒരാളുണ്ടോ, ഉണ്ട്. അത് ഉണ്ടോ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ
അയാൾ സബ്മിറ്റ് അടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആ സിറ്റി എടുത്തിട്ട് അതിൻ്റെ വെതർ ഡാറ്റ കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു കമൻറ്റ് ഇട്ടു, ഫെച്ച് വെതർ ഡാറ്റ എന്നിട്ടു. ഓക്കെ, ഫെച്ച് വെതർ ഡാറ്റ. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഇനി നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വെതർ ഡാറ്റ എടുക്കണം. അപ്പോൾ ഈ വെതർ ഡാറ്റ എടുക്കാൻ നമ്മൾ നോർമലായിട്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ ഒരു API വെച്ചിട്ടാണ്. അതായത് നമ്മൾ വെതർ ഡാറ്റ തരുന്ന ഒരുപാട് API പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം ഏതാണെന്നുള്ള കാര്യങ്ങൾ. അപ്പം ആ API വെച്ചിട്ടാണ് നമ്മൾ നോർമലി ചെയ്യാറ്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ വെബ് സ്ക്രൈപ്പിംഗ്, അതായത് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡാറ്റ എടുക്കാൻ പോകണം, വെതറിൻ്റെ ഡാറ്റ ഗൂഗിളിൽ നിന്ന് എടുക്കാൻ പോകണം. നമ്മളിപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഞാനിവിടെ ഒരു ഗസ്റ്റ് വിൻഡോ ഓപ്പൺ ആക്കി, എന്നിട്ട് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. വെതർ ഇൻ ന്യൂയോർക്ക് നടിച്ചാൽ നിങ്ങൾക്ക് കാണാം ഗൂഗിളിൽ ആ ഒരു വെതർ വന്നിട്ടുണ്ട്, എത്ര ഡിഗ്രിയാണ്, ഏതാണ് റീജിയൻ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രൈപ്പ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു ഡാറ്റ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ URL ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ URL. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള URL, വെതർ ഇൻ ന്യൂയോർക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു URL നമ്മൾ ഈ ഒരു URLിലേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് അവിടുന്ന് ഈ ഡാറ്റ കംപ്ലീറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ ഒരു 3-4 ഡാറ്റ സ്ക്രൈപ്പ് ചെയ്തെടുക്കുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അതിന് നമുക്ക് വേണ്ടത് കുറച്ച് എക്സ്റ്റേണൽ പാക്കേജുകൾ വേണം. അതായത് നമുക്ക് ഈ ഒരു പേജിലേക്ക് ആദ്യം റിക്വസ്റ്റ് കൊടുക്കണം, ഈ ഒരു URLിലേക്ക്, എന്നാലേ നമുക്ക് ഡാറ്റ കിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു പാക്കേജ് ഉണ്ട്. പിന്നെ ഡാറ്റ HTML കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഈ ന്യൂയോർക്കും ഇതൊക്കെ ഫെച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ സ്ക്രൈപ്പ് ചെയ്തെടുക്കാനുള്ള വേറെ പാക്കേജ് ഉണ്ട്. അപ്പോൾ ആ 2 പാക്കേജുകൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഈ എറർ മാറാൻ ഇവിടെ നമ്മൾ empty ആയിട്ടുകൊണ്ടാണ് എറർ പാസ്ന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ പുതിയൊരു ടാബ് ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഫസ്റ്റ് പാക്കേജ് പറഞ്ഞാൽ പിപ്പ് ഇൻസ്റ്റാൾ റിക്വസ്റ്റ്സ്. ഈ ഒരു പാക്കേജ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു HTML ഡാറ്റ കിട്ടാനാണ്. നമ്മൾ ആ ഒരു URLിലേക്ക് റിക്വസ്റ്റ് കൊടുത്താൽ നമുക്ക് ആ ഒരു HTML ഡാറ്റ റിട്ടേൺ കിട്ടും, റെസ്പോൺസ് കിട്ടും. അപ്പോൾ ഈ ഒരു ഡാറ്റ കിട്ടാനാണ് റിക്വസ്റ്റ് എന്നുള്ള ലൈബ്രറി. അതാണ് ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ എന്താ വെച്ചാൽ പിപ്പ് ഇൻസ്റ്റാൾ ബ്യൂട്ടിഫുൾ സൂപ്പ് 4. ഓക്കെ, ബ്യൂട്ടിഫുൾ സൂപ്പ് 4 ഇതെന്തിനാ വെച്ചാൽ നമ്മൾ കിട്ടിയ HTML ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ സ്ക്രൈപ്പ് ചെയ്തെടുക്കണം, ഈ ന്യൂയോർക്കും ഇതൊക്കെ. അപ്പോൾ അതിനുള്ളൊരു പാക്കേജാണ് ബ്യൂട്ടിഫുൾ സൂപ്പ് 4. അപ്പോൾ അതും ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. ബ്യൂട്ടിഫുൾ സൂപ്പിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ പോയാൽ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ നമ്മൾ അടിച്ച കമാൻഡൊക്കെ അതിലുണ്ട്, അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മളത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്യും. അപ്പോൾ അതും ഇൻസ്റ്റാളായി, ഇത് രണ്ടും ഇൻസ്റ്റാളായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ കാര്യം, അതിന് മുമ്പ് നമ്മൾ റിക്വസ്റ്റ് എന്നുള്ള ഒരു പാക്കേജ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു. എന്തിനാന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഒരു ഡാറ്റ എടുക്കാനായിട്ടാണ്. ഏത് ഡാറ്റ, ഈ ഒരു കംപ്ലീറ്റ് വെബ് പേജിൻ്റെ റെസ്പോൺസ് കിട്ടാൻ. ഓക്കെ, അപ്പോൾ ഗൂഗിള് നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി നമ്മൾ ഇവിടുന്ന് ഇപ്പം ഈ ഒരു URLിലേക്ക് റിക്വസ്റ്റ് കൊടുത്താൽ ഗൂഗിൾ അത് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അത് ബ്ലോക്ക് ചെയ്യും. അപ്പം ഗൂഗിളിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒന്ന് ട്രിക്കാക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ബ്രൗസറിൽ നിന്നാണ് റിക്വസ്റ്റ് കൊടുക്കുന്നതെന്ന് ഗൂഗിളിനെ ധരിപ്പിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ലോജിക് വേണം. അതായത് സിമ്പിളാണ്. നമ്മളിങ്ങനെ പ്രോഗ്രാമാറ്റിക്കലി നമ്മൾ ഈ ഒരു URLിലേക്ക് ഈ ഒരു URLിൽ നിന്ന് ഈ പേജ് എടുക്കാൻ നോക്കിയാൽ നമുക്ക് കിട്ടില്ല, കാരണം ഗൂഗിളിൽ ബ്ലോക്ക് ചെയ്യും. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബ്രൗസറിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളൊരു ധാരണയിലാണ് ഗൂഗിളിനോട് അങ്ങനെ നമ്മൾ ആക്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ഈ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് അടിയിലേക്ക് വന്നാൽ റിക്വസ്റ്റ് ഹെഡേഴ്സ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ എന്താണെന്ന് പറയാം, അതിന് മുമ്പ് ഇത് ജസ്റ്റ് കോപ്പി ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇവിടെ ഈ പാസ് ഒഴിവാക്കിയിട്ട് ഞാൻ ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. ഇവിടെ ഇതെന്താ വെച്ചാൽ യൂസർ ഏജൻറ്റ്, അതായത് നമ്മൾ പറഞ്ഞു നമ്മളൊരു ബ്രൗസറാണെന്നുള്ള രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് ഈ ഒരു ലൈൻ ഓഫ് കോഡ്. പിന്നെ ലാംഗ്വേജ് എന്നുള്ളത് നമ്മൾ സാധാരണ ഇത് ലാംഗ്വേജ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഹെഡേഴ്സ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ, അതിന് മുമ്പ് നമ്മളിവിടെ ഒരു സെഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ റിക്വസ്റ്റ്സ് എന്നുള്ളത് നമ്മൾ റിക്വസ്റ്റ് ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പം പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത ലൈബ്രറിയാണ് റിക്വസ്റ്റ് ഓഫ് സെഷൻ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ഹെഡേഴ്സ് നമ്മൾ ഈ ഒരു മോസില്ല ഈ ഒരു സാധനമാണ്, ലാംഗ്വേജ് ഇതാണെന്നൊക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയും കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യില്ല, കാരണം നമ്മൾ ബ്രൗസറിൽ നിന്ന് ചെയ്യുന്ന പോലെയാണ് ഇപ്പോൾ തോന്നിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതൊക്കെ ജസ്റ്റ് കോപ്പി ചെയ്തു, ഇതൊക്കെ ഇവിടുന്ന് കട്ട് ചെയ്തു. ഞാൻ സെപ്പറേറ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോകണം. നമ്മളെല്ലാം കൂടി അതിലിട്ടിട്ട് അവിടെ ഇതാക്കുന്നതിന് പകരം ഞാൻ ഒരു ഗെറ്റ് HTML കോണ്ടന്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിലിട്ടു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പേര് അങ്ങനെ കൊടുക്കാം, കാരണം നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് പേജ്, അതായത് ഈ ഒരു കംപ്ലീറ്റ് പേജ് കിട്ടാനാണ് നമ്മളിപ്പോൾ ഈ ലൈബ്രറി ഉപയോഗിക്കുന്നത്. ഓക്കെ,
അപ്പോൾ അതിനാണ് HTML കണ്ടൻറ്റ് എന്നുള്ള ഒരു പേര് കൊടുത്തത് അവിടെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു, പക്ഷേ ഇതുവരെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു പേജ് നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്താലേ റെസ്പോൺസ് വരുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ നമ്മളുണ്ടാക്കിയ സെഷൻ ഡോട്ട് നമ്മൾ ഗെറ്റ് മെത്തേഡാണ് വെച്ചത്. അപ്പോൾ ഗെറ്റ് ദെൻ നമ്മൾ URL ഏത് URL ഈ ഒരു URL. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്തു, URL ഇവിടുന്ന് കോപ്പി ചെയ്തു, എന്നിട്ട് ഇതിവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അത്രേ ഉള്ളൂ. ഇത്രയും നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡാറ്റ കിട്ടും. അപ്പോൾ ആ ഒരു HTML കണ്ടൻറ്റ് കിട്ടാനായിട്ട് നമ്മളിവിടെ ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു ആട്രിബ്യൂട്ടിനെ വിളിക്കണം. ഓക്കെ, മറ്റേത് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് കിട്ടുക. അപ്പോൾ 200 ഓക്കെ എന്നുള്ള റെസ്പോൺസാണ് കിട്ടുക. നമുക്ക് ആ ഡാറ്റയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ HTML ഡാറ്റ കിട്ടി. അപ്പോൾ അതിന് ഞാനൊരു HTML കണ്ടൻറ്റ് എന്നുള്ള ഒരു വേരിയബിളിലേക്ക് ഇട്ടു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണ്, അത് റിട്ടേൺ ചെയ്തു. റിട്ടേൺ HTML കണ്ടൻറ്റ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ റിക്വസ്റ്റൊക്കെ ആദ്യം ഇമ്പോർട്ട് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെ ബ്രൗസറിൽ നിന്നാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മളാക്കി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഗെറ്റ് റിക്വസ്റ്റ് കൊടുത്തു URLിലേക്ക്. URLൻ്റെ ഇവിടെ മാറ്റാനുണ്ട്, നമ്മൾ മാറ്റാം. എന്നിട്ട് നമ്മൾ ആ HTML കണ്ടൻറ്റ് റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇനി നമുക്കിവിടെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ അതിനെ വിളിച്ചാൽ മതി. അപ്പം നമ്മളൊരു HTML കണ്ടൻറ്റ് എന്നുള്ള വേരിയബിൾ അഗൈൻ ഇസ് ഈക്വൽ ടു നമ്മൾ ആ ഒരു ഫംഗ്ഷനെ വിളിച്ചു ഗെറ്റ് HTML കണ്ടൻറ്റ്. ഓക്കെ, നമുക്ക് ആ ഒരു HTML കണ്ടൻറ്റ് അവിടെ നിന്ന് റിട്ടേൺ കിട്ടും. നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കിയാൽ ഈ HTML കണ്ടൻറ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കി, നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ന്യൂയോർക്കിൻ്റെ കുറച്ച് ഈ ഒരു പേജിൻ്റെ HTML ആണ് നമുക്ക് കിട്ടുക. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് ഇപ്പം ഞാൻ ന്യൂയോർക്ക് എന്നടിച്ചു, സബ്മിറ്റ് അടിച്ചാൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ കൺസോളിൽ ഇവിടെ വന്നാൽ ലോക്കൽ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് അടിയിലേക്ക് വരേണ്ടി വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം കുറേ കോഡ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു പേജിൻ്റെ കോഡാണ്. ഈ ഒരു പേജിൻ്റെ കോഡാണ്, കംപ്ലീറ്റ് കോഡ്. ഇനി ഇതിന് നമുക്ക് വേണ്ട ഇവരൊക്കെ സ്ക്രാപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ഇഫ് സിറ്റി ആൻഡ് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഒരു സിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ആ സിറ്റിയുടെ ഡാറ്റയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ജസ്റ്റ് ന്യൂയോർക്ക് എന്നുള്ളൊരു ഡാറ്റയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ സിറ്റി ഫെച്ച് ചെയ്യണം. അപ്പോൾ സിറ്റി ഈസ് ഈക്വൽ ടു നമ്മൾ റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് എന്നുള്ള ഈ ഒരു സാധനം ഈ ഒരു ഡിക്ഷണറിയിലുണ്ടാവും. അപ്പോൾ അതിൽ ഗെറ്റ് എന്നുള്ള മെത്തേഡ് ഉണ്ട്. അതിൽ നമ്മൾ കീ കൊടുക്കുക. സിറ്റി എന്ന് പറയുന്ന പേരുള്ള ആളെ നമ്മൾ എടുത്തു. ഈ സിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സിറ്റിയാണ്, നെയിം എന്നുള്ള സിറ്റി. അപ്പോൾ നമുക്ക് ആ സിറ്റി അവിടെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഈ കിട്ടിയ സിറ്റിനെ നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്തു, നമ്മൾ HTML കണ്ടൻറ്റിലേക്ക് പാസ് ചെയ്തു. കാരണം അവിടെയാണ് നമ്മൾ ഈ ന്യൂയോർക്കിന് പകരം മാറ്റാൻ പോകുന്നത്. അപ്പോൾ അവിടേക്ക് പാസ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ ആ സിറ്റി റിസീവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ന്യൂയോർക്ക് മാറ്റിയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ സിറ്റി ആക്കണം. ഏതാണോ അടിച്ചത് അത് ആക്കണം. അതിന് മുമ്പ് നിങ്ങളിവിടെ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ന്യൂയോർക്കിൻ്റെ ഇടയിൽ നമ്മൾ സ്പേസ് ആട്ടത്, പക്ഷേ ഇവിടെ URLിൽ പ്ലസ് ആണ്. അപ്പോൾ അത് URL നമ്മൾ നോർമലി അങ്ങനെയാണ്, അത് എൻകോഡ് ചെയ്യണം. നമ്മൾ സ്പേസാണ് ഇവിടെ കിട്ടുക, ന്യൂ സ്പേസ് യോർക്ക്. അത് മാറ്റി നമ്മൾ പ്ലസ് ആക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് സ്പേസുള്ളതൊക്കെ മാറ്റി പ്ലസ് ആക്കണം, അത്രേ ഉള്ളൂ. ശരിക്കും ഇത് URL എൻകോഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഈ സിറ്റി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്തു, ഇപ്പോൾ ഉള്ള സിറ്റി ഡോട്ട് റീപ്ലേസ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, സ്ട്രിങ്ങിൻ്റെ ഫംഗ്ഷൻ. എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടത്, ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് സ്പേസ് ആണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. എന്ത് വെച്ചാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, പ്ലസ്. അപ്പോൾ സ്പേസ് കാണുന്നിടത്തൊക്കെ പ്ലസ് ആക്കും, എന്നിട്ട് സിറ്റി എന്നുള്ള വേരിയബിളിലേക്ക് ഇടും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ജസ്റ്റ് ഈ സിറ്റി പാസ് ചെയ്താൽ മതി, ന്യൂയോർക്ക് എന്നുള്ളത് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കാണെങ്കിൽ ഇങ്ങനെ കൺകാറ്റിനേറ്റ് ചെയ്യിപ്പിക്കാം. പക്ഷേ അതിന് പകരം എഫ് സ്ട്രിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് പൈത്തണിൽ. എഫ് സ്ട്രിങ് എന്ന് വെച്ചാൽ നമുക്ക് ഫോർമാറ്റഡ് സ്ട്രിങ്, നമുക്ക് പെട്ടെന്ന് നമുക്കിപ്പം ഇവിടെ എന്തെങ്കിലും ഡൈനാമിക് ഡാറ്റ വരണമെങ്കിൽ കേളി ബ്രേസസ് ഇടുക, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, സിറ്റി എന്നിട്ടാൽ മതി. ഈ സിറ്റി, ഇപ്പോൾ ഈ സിറ്റി ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ അത് ന്യൂയോർക്ക് സ്പേസ് ഉണ്ടെങ്കിൽ പ്ലസ് ആക്കിയിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം ആ ഒരു HTML കണ്ടൻറ്റ് കിട്ടും. അപ്പോൾ ആ HTML കണ്ടൻറ്റ് ഇവിടെ പ്രിൻ്റായി വരും. ഏത് സിറ്റി എടുത്താലും അതിൻ്റെ കംപ്ലീറ്റ് കണ്ടൻറ്റാണ് വരിക. ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു ഡാറ്റാസ് മാത്രം, ഈ ഒരു ഡാറ്റ മാത്രം, അതായത് ഈ ന്യൂയോർക്കും ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനാണ് നമ്മൾ ബ്യൂട്ടിഫുൾ സൂപ്പ് എന്നുള്ള പറയുന്ന പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം ഈ ബ്യൂട്ടിഫുൾ സൂപ്പിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഈ ഒരു 2 ലൈൻ കോപ്പി ചെയ്തു. ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ഇത് ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാണ്, ബ്യൂട്ടിഫുൾ സൂപ്പ് എന്നുള്ള ക്ലാസ് ഇമ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി, സൂപ്പ് എന്നുള്ള വേരിയബിൾ ഇട്ടു. ഇനി HTML ഡോക്ക് എന്ന് പറയുന്നത് നമ്മൾ HTML ആ ഫുൾ പേജാണ്. അപ്പോൾ നമ്മൾ അതിനാണ് ഇവിടെ റിക്വസ്റ്റും ഇതൊക്കെ വെച്ച് ഇവിടെ ഫെച്ച് ചെയ്തിട്ടത്. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു സൂപ്പ് ഒബ്ജക്റ്റിന് കൊടുത്തു. അത് അതിൻ്റെ ഡിഫോൾട്ട് പാർസറാണ്. ഇതൊന്നും നിങ്ങൾ ബോദർ ചെയ്യണ്ട. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഈ ഡാറ്റ കിട്ടണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ന്യൂയോർക്കിൻ്റെ കേസിനെ എടുക്കാം. ഇവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിക്കുക. ഓക്കെ, ഈ ന്യൂയോർക്ക് ഈ റീജിയണിന്, എന്നിട്ട് ഇൻസ്പെക്റ്റ് അടിക്കുക. അപ്പോൾ ഇൻസ്പെക്റ്റ് അടിക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ
ഒരു div വിത്ത് ഐ ഡി എന്താണ് വോബ്ലോക്ക് എന്നുള്ളൊരു ഐ ഡി. ഇതാണ് അതിൻ്റെ സിഗ്നേച്ചർ. ഒരു ഡിവിഷൻ ടാഗാണ്, ഐ ഡി ഉണ്ട്, വോബ്ലോക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് എടുക്കണം, ആ ഒരു ഡാറ്റ എടുക്കണം. അതാണ് നമ്മൾ അടുത്തത്. അതിന് നമ്മൾ സൂപ്പിൽ എന്തുണ്ട്, അപ്പോൾ നമ്മളൊരു വേരിയബിൾ ഇട്ടു, റീജിയൺ = സൂപ്പ് ഡോട്ട് ഫൈൻഡ് എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഫൈൻഡിൽ എന്താണ് നമുക്ക് വേണ്ടത്, ഡിവിഷൻ ടാഗാണ്. ഇനി നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡിവിഷൻ എന്തുണ്ട്, വെറും ഡിവിഷൻ ഇട്ടാൽ എല്ലാ ഡിവിഷനും വരും. നമുക്ക് വേണ്ടത് ഈ ഐ ഡി വോബ്ലോക്ക് ആയ ഡിവിഷനാണ്. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സിൻ്റെ അവിടെ ഐ ഡി എന്നിട്ടിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു സാധനം കോപ്പി ചെയ്തു, ഈ വോബ്ലോക്ക് എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ബാക്കിയുള്ള ആളുകളെ കൂടി ഒന്ന് എടുക്കണം. അപ്പം നമ്മൾ അടുത്തെടുക്കേണ്ടത് ഈ ഒരു ഡേ ടൈം എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ സെയിം ഇൻസ്പെക്റ്റ് അടിച്ചു, റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഡിവിഷൻ തന്നെയാണ്, ഈ ഒരു ഡിവിഷൻ എന്നല്ല, ഒരു ഡിവിഷനാണ് വിത്ത് വേറൊരു ഐ ഡി. അപ്പോൾ നമ്മൾ സെയിം സാധനം തന്നെ ഇവിടെ കോപ്പി ചെയ്തു, എന്നിട്ട് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ പേര് മാറ്റി, നമ്മളിപ്പോൾ ഇതിന് ഡേ ഹവർ എന്നിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഡിവിഷൻ തന്നെയാണ്, ഈ ഐ ഡി മാത്രം മാറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഐ ഡി കോപ്പി ചെയ്യുക, ഈ ഒരു ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഈ ക്ലൗഡി എന്നുള്ള ഈ ഒരു സ്റ്റാറ്റസ് ആണ്. അപ്പോൾ അത് ഇൻസ്പെക്റ്റ് വീണ്ടും അടിക്കുക. അപ്പം നമുക്ക് കാണാം അതൊരു സ്പാൻ ടാഗാണ്, വേറെ ഐ ഡി ആണ്. അപ്പോൾ നമ്മൾ സെയിം സാധനം തന്നെ പേസ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു, നമ്മളിതൊരു സ്റ്റാറ്റസ് എന്നുള്ളൊരു പേര് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡിവിഷൻ അല്ല, ഒരു സ്പാൻ ടാഗാണ്. അതിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് ഈ ഒരു ഐ ഡി. അപ്പോൾ ഇത് കോപ്പി ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇനി സെയിം ഇത് തന്നെ ഞാനൊന്നുകൂടി കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. അതെന്തിനാ വെച്ചാൽ നമ്മളെ ഈ ഒരു ഡിഗ്രി കാണിക്കാൻ. അപ്പോൾ ഡിഗ്രീൻ്റെ ഞാനൊന്നുകൂടി ഇൻസ്പെക്റ്റ് അടിച്ചു. നിങ്ങൾക്ക് കാണാം അതൊരു സ്പാനാണ്, അതിൻ്റെ ഐ ഡി _TM, ഈ ഒരു ഐ ഡിയാണ്. അപ്പോൾ സെയിം ഞാൻ ഈ ഒരു ഐ ഡി ഇവിടുന്ന് കോപ്പി ചെയ്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഐ ഡി ഇവിടെ ഇട്ടു. ഓക്കെ, ഇനി ഈ സ്റ്റാറ്റസ് മാറ്റി ടെമ്പ് ആക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ഡാറ്റ കിട്ടിയത് എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് ഇട്ടാൽ മതി, ഈ ഒരു HTML ഇട്ടാൽ മതി. ഓക്കെ, ആ ഒരു പണിയുള്ളൂ. അതിന് മുമ്പ് ഞാനിത് ഒരു ഡിക്ഷണറിയിലേക്ക് ആക്കാൻ പോകണേ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ. അപ്പോൾ അതിന് നമ്മൾ ഒരു നമ്മൾ വെദർ എന്നുള്ളൊരു വേരിയബിളിലേക്ക് എന്ത് ചെയ്തു, നമ്മളൊരു ഡിക്ഷണറി ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഡിക്ഷണറിയിലേക്ക് കംപ്ലീറ്റ് കാര്യങ്ങളിടുക. അപ്പം വെദർ ഓഫ് റീജിയൺ, കീ എന്ന് പറയുന്നത് ഇവിടെ റീജിയൺ ആണ്, = നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വെദർ ഓഫ് റീജിയൻ = അത്. അപ്പോൾ ആ ഒരു ഡിക്ഷണറിയിലേക്ക് പോയി. ഇനി അതേപോലെ സെയിം പ്രൊസീജിയർ ഞാൻ ഇവിടെയൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളിവിടെ അതുപോലെ ചെയ്തു. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ആ ഡിക്ഷണറിയിലേക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആൾക്കാരെയും പറഞ്ഞയച്ചു. ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടത് ഇതിലേക്ക് പറഞ്ഞേക്കാൻ നമ്മൾ തേർഡ് ആർഗ്യുമെൻ്റായിട്ട് നമ്മളൊരു കീ കൊടുത്തു, വെദർ തന്നെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ വാല്യൂ എന്ന് പറയുന്നത് ഈ വെദർ എന്നുള്ള വേരിയബിൾ ഇട്ടു. ഓക്കെ, ഈ ഒരു സാധനം. അപ്പോൾ ഇവിടെ ഇഷ്യൂ വരുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അത് സിറ്റി, അതായത് ഒരാൾ ഫോം സബ്മിറ്റ് ചെയ്താലേ ഈ വെദർ എന്നുള്ള ഡിക്ഷണറി ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ചെറിയ എറർ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ലോക്കൽ വേരിയബിൾ വെദർ മൈറ്റ് ബി റെഫറൻസ്ഡ് ബിഫോർ അസൈൻമെൻറ്റ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു, വെദർ എന്താക്കി ഇവിടെ ആദ്യം ഒരു നണ്ണാക്കി സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്നാൽ പിന്നെ പ്രശ്നമല്ല, വെദർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ പ്രിൻറ്റ് ചെയ്യും, ഇല്ലെങ്കിലോ നമ്മളൊന്നും ചെയ്യില്ല. ആ രീതിയിലാക്കി. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് നമ്മൾ home.html പോവുക, അത് ആ ഒരു കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ഫോമിൻ്റെ അടിയിലായിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തു ഇഫ് വെദർ എന്നുള്ള വേരിയബിൾ ഉണ്ടോ. നമ്മൾ എണ്ണാക്കിയത് എന്തിനാ വെച്ചാൽ ഇവിടെ നമുക്കത് യൂസ്ഫുൾ ആണ്, നമുക്ക് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വെദർ ഉണ്ടെന്ന് വെച്ചാൽ ഒരാൾ ഫോം സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഈ ഡാറ്റയൊക്കെ ഫെച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സാധനമാണ് ഇപ്പോൾ റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഡാറ്റ മൊത്തം ഇവിടെ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമ്മളൊരു H3 ടാഗിലിട്ടു. നമുക്ക് 4 ഡാറ്റ വേണം. അപ്പോൾ H3x4. ഓക്കെ, ഇനി ഈ ഡാറ്റയിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യത്തെ H3യിൽ നമ്മൾ എന്ത് കൊടുത്തു, നമ്മളെ വെദർ എന്നുള്ള ഡിക്ഷണറിയിൽ നമുക്ക് എന്തുണ്ട്, ഫസ്റ്റ് നമുക്കുള്ളത് നമ്മളിവിടെ പോയി നോക്കിയാൽ നമുക്ക് റീജിയൻ, ഡേ ഹവർ അതൊക്കെയാണ്. അപ്പോൾ ആദ്യം റീജിയൻ പ്രിൻ്റ് ചെയ്തു. ദെൻ അടുത്ത നമ്മളെ H3യിലുള്ളത് നമ്മളെ എന്താണ്, നമ്മളെ ഡേ ഹവർ പ്രിൻ്റ് ചെയ്യാം, ഡേ ഹവർ. ദെൻ അടുത്ത H3യിലുള്ളത് എന്താ വെച്ചാൽ നമ്മളെ വെദർ ഡോട്ട് ടെമ്പറേച്ചർ പ്രിൻ്റ് ചെയ്യാം. ദെൻ അടുത്ത H3യിലുള്ളത് നമ്മളെ വെദർ ഡോട്ട് നമ്മളെ ലാസ്റ്റത്തെ സംഭവം, അതായത് സ്റ്റാറ്റസ്. ഓക്കെ, ക്ലൗഡി ആണോ തണ്ടർ സ്റ്റോം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് ചെയ്തു. ഇനി നമ്മൾക്കത് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്തു.
നമ്മളത് അടിയിലാക്കി. ഓക്കെ, അപ്പം അത് സെറ്റായി. ഇനി നമ്മൾ ജസ്റ്റ് പോയി നോക്കിയാൽ, നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ അത് ജസ്റ്റ് റിഫ്രഷ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളിവിടെ ന്യൂയോർക്കിൽ നിന്ന് സെർച്ച് ചെയ്ത് ന്യൂയോർക്കിൽ നിന്ന് അടിച്ച് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമുക്കിവിടെ വന്നിട്ടുള്ളത് ഒരു എംപ്റ്റി അറയാണ്. അതിൻ്റെ കാരണം നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം എന്താണ് കാരണം എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ഇത് പ്രിൻ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റ് എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ആദ്യം. അപ്പോൾ പ്രിൻ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ഡിക്ഷണറി ഇവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കാം നമുക്ക് കിട്ടുന്ന ഡാറ്റ കറക്റ്റാണെന്നുള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് അതൊന്നുകൂടി റിഫ്രഷ് ചെയ്തു. എന്നിട്ട് നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് പ്രിൻ്റ് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഡിവിഷനാണ് കിട്ടുന്നത്. ഓക്കെ, ന്യൂയോർക്കൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ആ ഒരു HTML ഡിവിഷനാണ് കിട്ടുന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ നമ്മൾ ആ ഒരു ഡിവിഷനാണ് ഇവിടെ ഫെച്ച് ചെയ്തത്. നമുക്ക് വേണ്ടത് അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റയാണ്. അപ്പോൾ ഡോട്ട് ടെക്സ്റ്റ് എന്ന് ഇട്ടാലേ ഡാറ്റ കിട്ടുള്ളൂ. അപ്പോൾ ഒക്കിനും ഡോട്ട് ടെക്സ്റ്റ് കിട്ടി. ഓക്കെ, ഡോട്ട് ടെക്സ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മളിവിടെ വന്നിട്ട് ഈ പേജ് റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ആ ഒരു ഡാറ്റ ഇവിടെ കിട്ടുന്നുണ്ട്, ന്യൂയോർക്ക് NYS കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ കുറച്ച് ഈ ഒരു മാർജിൻ കൊടുത്തു. അതായത് നമ്മൾ ആ ഒരു സ്റ്റൈലിങ് നേരാക്കാനായിട്ട് നമ്മൾ സബ്മിറ്റ് ബട്ടൻ്റെ അടിയിലായിട്ട് കുറച്ച് എന്ത് ചെയ്തു, മാർജിൻ ബോട്ടം കൊടുത്തു, ഒരു 10 പിക്സൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വൃത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ അത്രേ ഉള്ളൂ. നമുക്കിപ്പം ഡാറ്റ കിട്ടുന്നുണ്ട്. അതിന് നമ്മളിവിടെ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിന് ജസ്റ്റ് ഞാൻ ഡിഗ്രിയുടെ സിമ്പലൊന്ന് സെർച്ച് ചെയ്യാം, ഡിഗ്രി സിമ്പൽ. എന്നിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം അവിടെ. ഇത് ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ കോഡിൽ നമ്മൾ ടെമ്പറേച്ചർ കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ C നട്ടു. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ടാവണം. നമ്മൾ സെർച്ച് ചെയ്ത് റിഫ്രഷ് ചെയ്താലും നിങ്ങൾക്ക് കാണാം ആ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇനി പിന്നെ ലാസ്റ്റായിട്ട് ഒരു കാര്യമാണ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ആ ഒരു ഡാറ്റ ഇവിടുന്ന് പോയി. ഇപ്പം നമ്മൾ ദുബായിൽ നിന്ന് അടിക്കുമ്പോൾ സബ്മിറ്റ് അടിച്ചാൽ പിന്നെ ആ ഡാറ്റയും കൂടി ഇവിടെ കാണിക്കണം, ആ രീതിയിലാക്കാൻ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, നമ്മൾ വാല്യൂ കൊടുത്താൽ മതി. നമ്മൾ ഇൻപുട്ടുള്ള കൊടുത്ത് വാല്യൂ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, റിക്വസ്റ്റ് എന്നുള്ള ഒബ്ജക്റ്റ് നമുക്ക് ആക്സസ് ഉണ്ട്, റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ്. ഓക്കെ, ഗെറ്റിൽ സിറ്റി എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഉണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അവിടെ ഒന്നും കാണിക്കില്ല. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ നമ്മൾ ഹോം പേജിലേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ ദുബൈ സെർച്ച് ചെയ്ത് സബ്മിറ്റ് അടിച്ചാൽ കാണാം അത് കിട്ടി. അതുപോലെ ഇവിടെ ഡാറ്റയും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത് നമ്മൾ API. ഓക്കെ, നമ്മളിപ്പോൾ സ്ക്രൈപ്പ് ചെയ്തതിന് പകരം API യൂസ് ചെയ്തിട്ട് ആ ഒരു എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഒരു പ്രൊവൈഡർ ഉണ്ട് APIൻ്റെ, ഒന്നല്ല ഒരുപാട് പ്രൊവൈഡർ ഉണ്ട്. ഇത് ഒന്നാണ് ഓപ്പൺ വെതർ മാപ്പ്. ഓക്കെ, ഓപ്പൺ വെതർ മാപ്പ് API. അപ്പം ഇവരത് കുറച്ച് ഫ്രീ ടയറും അത് കാര്യങ്ങളൊക്കെ ഒരു മണിക്കൂറിൽ ഇത്ര എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സൈനപ്പ് ചെയ്യുക. ഇവിടെ ഹൗ ടു സ്റ്റാർട്ട് ഇൻ 3 സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. അതിൽ സൈനപ്പ് ചെയ്യുക, API കിട്ടും, അത്രേ തന്നെ ഉള്ളൂ. പിന്നെ കോൾ ചെയ്യാം. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് റെഫർ ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഡാറ്റ ഇനിയും സ്ക്രൈപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നമ്മളതിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിൽ ഫ്യൂച്ചർ ഒരു 3-4 ദിവസത്തെ ഡാറ്റ കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൈപ്പ് ചെയ്തിട്ട് അതുപോലെ സ്റ്റൈലിംഗ് ഒക്കെ നേരാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഒന്നുകൂടി സ്ട്രക്ചേർഡ് ആക്കാം. അപ്പോൾ നമ്മളിപ്പം ആ ഒരു ബേസിക് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള സംഭവം നമ്മൾ വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.